കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീ വർഗീസ് ജോർജാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് നമ്മുടെ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ? നല്ല വിജയപ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ അവരോട് പറയുന്നതും അതുതന്നെയാണ്. ഇന്ന് വരെ കൊടുങ്ങല്ലൂർ കാണാത്ത ഒരു രാഷ്ട്രീയമാണ് ഞാൻ ഇവരായിട്ട് സംസാരിക്കുന്നതും ഇവർക്ക് കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് അതുതന്നെയാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥിയുടെ വരവ് ഒരു LDFും UDFും ഒരു ഡീൽ ആരോപണമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കാണുന്നത്? ഇതിനെങ്ങനെയാണ് ഡീല് വരുന്നത്? ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ജയിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ ഡീൽ ചെയ്തിട്ട് ഞങ്ങളെ ജയിപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തോൽക്കാനല്ല നിൽക്കുന്നത്, ജയിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഇനി അത് അവരോട് ചോദിക്കണം, അവരിൽ ആരെങ്കിലും ഞങ്ങൾക്ക് തോറ്റു തരാൻ തയ്യാറാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഡീലായിട്ട് തന്നെ അവർ പറയുന്നതിൽ എനിക്ക് തെറ്റു തോന്നുന്നില്ല. ഒരു BJP സ്ഥാനാർത്ഥി ഇല്ലാത്തത് മൂലമായിരിക്കും അവരൊരു ഡീലാണെന്ന് ആരോപിക്കാനുള്ള കാരണം? അതങ്ങനെ ഘടകകക്ഷികൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കണമല്ലോ. അപ്പോൾ അവർ ഘടകകക്ഷി നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഡീലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഘടകകക്ഷി എന്ത് ചെയ്യും? ഇതെല്ലാം ഒരു ഭയം അകത്ത് വരുമ്പോൾ കരുതേച്ച് കാണിക്കാനായിട്ട് എൻ്റെ പേരിൽ ചാർത്തിത്തരാൻ അഴിമതിയോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് തേടി പിടിക്കേണ്ടി വരുന്നു. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കൊടുങ്ങല്ലൂർ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തുടർച്ചയായി 10 വർഷം LDF ഭരിച്ചിരുന്നു. അപ്പോൾ ഇനിയുള്ള ഒരു മാറ്റം, ഒരു ഭരണമാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷയല്ല, ഉറപ്പാണ്. കാരണം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വരെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കാണാത്ത ഒരു രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് അഴിമതി ഇല്ലാത്ത രാഷ്ട്രീയം, വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം, പാവങ്ങളുടെ കണ്ണുനീര് കണ്ടാൽ തലതിരിച്ച് നടക്കാത്ത രാഷ്ട്രീയം, അനാവശ്യമായി കെട്ടിടങ്ങൾ പണിത് ഉദ്ഘാടനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാത്ത ഒരു രാഷ്ട്രീയം, മതം നോക്കിയിട്ട് സേവനം കൊടുക്കുന്ന അതല്ലാത്തൊരു രാഷ്ട്രീയം, അല്ലെങ്കിൽ ജാതി നോക്കിയിട്ട് സേവനം കൊടുക്കുന്നതല്ലാത്തൊരു രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് സേവനം കൊടുക്കാത്ത രാഷ്ട്രീയം. അതായത് എൻ്റെ പാർട്ടിക്കാർക്ക് മാത്രമേ ഞാൻ സേവനം കൊടുക്കൂ എന്നുള്ളതല്ല. ഞാൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു, അത് ഏത് പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരിൽ പലരും പല പാർട്ടിക്കാരായിരുന്നു. ഞാനായിട്ട് സമ്പർക്കം വെച്ച് ഞാൻ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇന്ന് അവരെൻ്റെ കൂടെ നിൽക്കുന്നു. അത് കാരണം ഞാൻ പാർട്ടി ചോദിക്കാറില്ല ആരോടും, ഇന്നേവരെ ചോദിച്ചിട്ടില്ല, ഇനിയും ചോദിക്കില്ല. അപ്പോൾ ആ ഒരു പുതു രാഷ്ട്രീയം കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കൊടുങ്ങല്ലൂരിൽ NDA മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം എന്തൊക്കെയാണ്? ഇവിടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ വികസനം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, നമ്മുടെ വെള്ളാങ്കല്ലൂർ ഞാൻ പോയി കണ്ടതില്ലേ, 300 ഏക്കർ തരിശ് ഭൂമി, അത് പാടശേഖരം 300 ഏക്കർ തരിശായിട്ട് കിടക്കുക, 35 കൊല്ലം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് മുന്നണികളിലും ആരതിൻ്റെ ഉത്തരവാദിത്തം എടുക്കും? ഈ രണ്ട് മുന്നണികളും ഭരിച്ചു പോയതാണല്ലോ. സംസ്ഥാനവും ഭരിച്ചു, ഇവിടെ MLA മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആരെടുക്കും? അത് കൊടുങ്ങല്ലൂരും ഇരിഞ്ഞാലക്കുടയും ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പാടശേഖരം 600 ഏക്കറാണ്. 600 ഏക്കർ 35 കൊല്ലം കൃഷി ഇറക്കാതെ കിടക്കുമ്പോൾ എത്ര കുടുംബങ്ങൾ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടെന്നൊന്ന് ആലോചിക്കണം. എന്നാൽ ഇതിൻ്റെ മൂലകാരണം എന്താണെന്നറിയോ? ഉപ്പുവെള്ളം കയറുന്നു. അപ്പോൾ ഉപ്പുവെള്ളം കയറാതെ ചീപ്പ് ഡാമുകൾ വയ്ക്കാൻ ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ട് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള ടെമ്പററി മണ്ണ് പൊത്തിയിട്ടുള്ള ഡാം കെട്ടാനും പൊട്ടിക്കാനും ഈ പറയുന്ന 3-4 പഞ്ചായത്തുകാർ എല്ലാ കൊല്ലം 6 ലക്ഷം 7 ലക്ഷം എഴുതിയെടുത്തിട്ട് അതിലെ മെമ്പർമാർ വീതിച്ചെടുക്കുന്നു. അവർക്ക് അവരുടെ സ്വന്തം വരുമാനമായി കിട്ടുന്ന 5 ലക്ഷം 6 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഈ 600 ഏക്കർ ഇത്രയും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് അവിടെ തരിശായിട്ട് കിടക്കുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ വരുന്ന രാഷ്ട്രീയം 2020 രാഷ്ട്രീയമാണ്. അവിടെ വന്ന് നോക്ക്, 1000 ഏക്കർ പാടശേഖരമാണ് പഞ്ചായത്ത് എടുത്ത് കൃഷി ചെയ്ത് ജനങ്ങൾക്ക് തുച്ഛ വിലയ്ക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് വരെ കൊടുങ്ങല്ലൂർ കാണാത്ത രാഷ്ട്രീയം ഇവർ കാണും. ആ പറഞ്ഞ പാടശേഖരത്തിൽ ഞങ്ങൾ കൃഷി ഇറക്കും. അതേപോലെ തന്നെ പൊയ്യയിലെ ഐസൊലേഷൻ വാർഡ് ഗവൺമെൻറ് ആശുപത്രിയിൽ കെട്ടിയിട്ടുണ്ട്. ഈ ഐസൊലേഷൻ വാർഡ് പുതിയതായിട്ട് കെട്ടുമ്പോൾ തന്നെ ആ ക്യാമ്പസിൽ ഇഷ്ടംപോലെ വേറെ ബിൽഡിങ്ങുകൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ടൊരു ഐസൊലേഷൻ വാർഡ് കെട്ടി അതിന് ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഇലക്ട്രിസിറ്റിയും ഇല്ല, ഒന്നുമില്ല, അത് മുഴുവൻ കാട് പിടിച്ചപ്പോഴും കിടക്കുന്നു. അതായത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതാണ് വികസനം എന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ ഉള്ളത്. കെട്ടിടം നിർമ്മിക്കുക, ഉദ്ഘാടനം ചെയ്യുക, അത് ഉപയോഗശൂന്യമായിട്ട് ഇട്ടിട്ട് പോവുക. ജനങ്ങളുടെ നികുതി പണം 1 രൂപ പോലും നഷ്ടപ്പെടാതെ ജനങ്ങൾക്ക് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയം കൂടെ ഞാനിവർക്ക് കാണിച്ചു കൊടുക്കും. അഴിമതി എന്ന് പറഞ്ഞാൽ അടിമുടി അഴിമതി. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ വെള്ളത്തിൻ്റെ മേലുള്ള ഇത് കടം കെടുക്കുന്നത്. ഓരോ പഞ്ചായത്തിലും ഉണ്ടെന്ന് ആലോചിക്കണം. 9 കോടി കടമാണ് മാള പഞ്ചായത്തിൽ, പുത്തഞ്ചിറയിൽ 3 കോടിയാണെന്ന് തോന്നുന്നു, പൊയ്യയിൽ 4 കോടി, കുഴൂരിൽ 2.5 കോടി. ഇതെല്ലാം ഞങ്ങൾ 2020 ഭരിക്കുന്ന പഞ്ചായത്തിൽ 1 രൂപ കടമില്ല, 24 മണിക്കൂറും വെള്ളം കിട്ടുന്നു. ഇവിടെ 30 ദിവസത്തിൽ 1 പ്രാവശ്യം വെള്ളം കിട്ടിയാൽ നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ വികസനം പോയിട്ട് സാധാരണ രീതിയിൽ മനുഷ്യനെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം പോലും ഇല്ലയെന്ന് ഓർക്കണം. പൊയ്യയിലെ ചക്ക ഫാക്ടറി, കുഴൂരിലെ കോഴിത്തീറ്റ ഫാക്ടറി അടഞ്ഞെടുക്കുന്നു.
ഈ പറയുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു ഇതുവരെ? ഞാൻ പോയിട്ടുള്ള കോളനികൾ ഇപ്പോൾ മാളയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡൻ കുന്ന് കോളനി, നൈതക്കുടിയിലെ കോളനി, അന്നമനടിലെ ആലത്തൂരിലെ 1-ാം വാർഡ്, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ എന്താ പറയുന്നത്, ടാർപ്പായുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇങ്ങനത്തെ ഒരു വീട് 2020 ഭരിക്കുന്ന സ്ഥലങ്ങളിൽ കാണില്ല. ഇപ്പം ഞാൻ പറയുന്നത്, ജനങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഹൃദയം വേണം എന്നുള്ളൊരു പുതിയ രാഷ്ട്രീയം ഞാൻ ഇവരിൽ സംസാരിക്കുന്നു. വേറൊരുത്തിൻ്റെ ദുഃഖം കണ്ടാൽ അല്ലെങ്കിൽ അവൻ്റെ കണ്ണുനീര് കണ്ടാൽ അത് എൻ്റെ കുടുംബത്തിലാണ് എന്ന് തോന്നി അവരെ രക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ബന്ധുക്കളും സുഖമായിട്ട് ജീവിക്കണം എന്ന് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു പുതു രാഷ്ട്രീയം, അതാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലും ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കലാണല്ലോ തീർച്ചയായിട്ടും വേണ്ടത്. അല്ല, എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ഇവിടുത്തെ സ്ഥിതി കണ്ടിട്ട്. എന്തിന് കൊച്ചു കുട്ടികൾ പോലും ഇവിടെ, ഞാനിപ്പോൾ മോളെ പരിചയപ്പെട്ടു, എനിക്ക് കൊച്ചു കുട്ടികളോട് തോന്നുന്നതിനേക്കാളും 1000 ഇരട്ടി സ്നേഹം അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളോട് തോന്നില്ലേ? എന്നിട്ടൊരു 18 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ഈ സർക്കാരിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇവരെ പറിച്ചു മാറ്റിയിട്ട് അതിന് വികസനം എന്ന് രാഷ്ട്രീയക്കാർ നിങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന ആ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചിന്തിക്കണം. ഇവിടെ ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, എൻ്റെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവൻ്റെ കൈ പിടിച്ചിട്ട് മരിക്കുന്നവരെ ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്ന കാലം കൊണ്ടുവരണം. അതെൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ഇവർ സംസാരിക്കാത്ത രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്ന രാഷ്ട്രീയം. തീർച്ചയായും ഈ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. നന്ദി.